ഒരു പിടി നല്ല ഓർമ്മകൾ തന്ന ആ 2.5 മണിക്കൂർ കളിയും ചിരിയും പാട്ടുമൊക്കെയായി ഒരു പരിചയമില്ലാത്ത കുറച്ചു പേരോടൊപ്പം ഒരല്പനേരം. ഏതാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-2.5 മണിക്കൂർ എൻ്റെ ജീവിതത്തിൽ ഒരു പിടി നല്ല ഓർമ്മകൾ തന്ന ഒരു യാത്രയായിരുന്നു ഇത്. ഒരു പരിചയമില്ലാത്ത കുറേ പേരുമായി പാട്ടും ഡാൻസും കളികളൊക്കെയായി ഒരു 2.5 മണിക്കൂർ. നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് KSRTCയുടെ സിറ്റി റൈഡ് എന്ന് പറയുന്ന പദ്ധതി. വൈകുന്നേരം 3 മണി, 5 മണി, 7 മണി, 9 മണി ഈ സമയങ്ങളിലാണ് ഈ യാത്ര നമുക്ക് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ പോകുന്നത് ഇവരുടെ 7 മണിക്കുള്ള ട്രാവൽ ഗ്രൂപ്പിന്റെ കൂടെയാണ് ഞാൻ പോയത്. കയറിയപ്പോൾ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കിഴക്കേക്കോട്ടിൽ നിന്ന് എടുക്കുന്ന ബസ് നേരെ പോകുന്നത് നമ്മുടെ തമ്പാനൂരെ സ്റ്റാൻഡിലേക്കാണ്. അവിടെ ഏകദേശം 1 മിനിറ്റോളം വണ്ടി നിർത്തിയിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അവർ അവസരം ഒരുക്കി തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിർത്തിയും ഇതുപോലെ തന്നെ നമുക്ക് ഫോട്ടോയും വീഡിയോസും എടുക്കാൻ ഒരു അവസരം. അത് കഴിഞ്ഞ് ബസ് നേരെ പോകുന്നത് നമ്മുടെ സ്റ്റാച്യൂലേക്കാണ്. സെക്രട്ടേറിയറ്റ് ആണ് അവിടുത്തെ കാഴ്ച. അവിടെയും വണ്ടി ഇതുപോലെ സ്ലോ ആക്കി നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ അവസരം ഒരുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പാട്ടും ഡാൻസും ബഹളങ്ങളൊക്കെ കൂടെയുള്ളവർ ഒരു പിടി നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. എന്നാലും കൂടെ വരുന്നവർ നല്ല വൈബുള്ളവരാണെങ്കിൽ നമ്മുടെ യാത്രകൾ എത്ര മനോഹരമായിരിക്കും എന്ന് പറഞ്ഞ ചുമ്മയല്ല. എൻ്റെ കൂടെ വന്നവരൊക്കെ നല്ല അടിപൊളി എൻജോയ്മെന്റ് മൂഡിലായിരുന്നു. അവിടെ നേരെ പോകുന്നത് നമ്മുടെ പാളയം പള്ളിയിലേക്കാണ്. അവിടെ നേരെ നിയമസഭ വഴി ചുറ്റി LMS കോമ്പൗണ്ട് വഴി മ്യൂസിയം സൈഡ്. അവിടെ നേരെ പോകുന്നത് വെള്ളയമ്പലത്തേക്കാണ്. വെള്ളയമ്പലത്തിൽ നിന്നും തിരിച്ച് വീണ്ടും മ്യൂസിയം, LMS കോമ്പൗണ്ട് വഴി പാളയം. പിന്നെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. നൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ നൈറ്റ് കാഴ്ചകളൊക്കെ എല്ലാവർക്കും അറിയാം. ഒന്നിനൊന്ന് കാണാൻ അടിപൊളിയാണ് എല്ലാ കാഴ്ചകളും. പാളയത്തിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ സൈഡിൽ കൂടി നേരെ സംസം വഴി നേരെ പോകുന്നത് നമ്മുടെ ശംഖുവം ബീച്ചിലേക്കാണ്. ശംഖുവം ബീച്ചിലേക്ക് പോകുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എയർപോർട്ടാണ് മെയിൻ ഹൈലൈറ്റ്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഫ്ലൈറ്റുകൾ ഒന്നും പറക്കുന്നില്ലായിരുന്നു. ലുലുമാളാണ് ഏറ്റവും ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അവിടെ നേരെ പിന്നെ ഈഞ്ചക്കൽ വഴി ഈസ്റ്റ് കോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ 2.5 മണിക്കൂറിലെ യാത്ര അവസാനിക്കുകയാണ്.
പക്ഷേ ഈ 2.5 മണിക്കൂറിന് ടിക്കറ്റ് വെറും 100 രൂപയാണ്. അടിപൊളി മൊമെന്റ്സ് ആണ് സമ്മാനിക്കുന്നത്. ഒരു പോസിറ്റീവ് വൈബ് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് പോകാൻ പറ്റിയ ഒരു ട്രാവലാണ് ഇത്. ഇതുപോലുള്ള തിരുവനന്തപുരം സിറ്റിയിലെ പുതിയ അപ്ഡേഷന് വേണ്ടി നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് ബൈ ഫ്രം 360 ട്രാവലർ.